ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 25% അധിക തീരുവ കൂടി ചുമത്തുന്ന ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ തുടർന്നാണ് നടപടി. അതേസമയം അമേരിക്കയുടെ നടപടി നീതീകരിക്കാനാകാത്തതെന്ന് ഇന്ത്യ പ്രതികരിച്ചു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആദിലുണ്ട്. അതിൽ നേരത്തെയൊക്കെ 25% തീരുവ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ 25% അധിക തീരുവയാണ് ഈ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് അത് എങ്ങനെ വെല്ലുവിളിയാകും എന്നുള്ളത് പ്രധാനമാണ്. തീർച്ചയായിട്ടും ഈ റഷ്യയുമായിട്ടുള്ള ഈ എണ്ണ വ്യാപാരത്തെ ചൊല്ലിയിട്ട് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള തീരുവ വർധനവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയെന്നുള്ള നിലയ്ക്കാണിപ്പോൾ ഏറ്റവും അവസാനമായി 25% കൂടി അധിക തീരുവ വർദ്ധിപ്പിക്കുന്ന ഇന്ത്യയുടെ ഈ പറയുന്ന എക്സ്പോർട്ട് പ്രൊഡക്റ്റുകളുടെ മേൽ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ ആദ്യഘട്ടത്തിൽ വർദ്ധിപ്പിച്ച 25% പ്രാബല്യത്തിൽ വരുന്നതിന് ഏതാനും മണിക്കൂറുകൾ അവശേഷിക്കുകയാണ് ഇത്തരത്തിൽ വീണ്ടും വർധനവ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതോടെ ഇന്ത്യയുടെ മേൽ ഏകദേശം 50% അധിക തീരുവ ചുമത്തുന്ന രാജ്യമായിട്ട് അമേരിക്ക മാറിയിരിക്കുകയാണ്. ഏഷ്യയിൽ തന്നെ അമേരിക്ക ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന രാജ്യം ഇന്ത്യയായിട്ട് മാറിയിരിക്കുകയാണിത്. ഇന്ത്യ നമുക്കറിയാവുന്ന പോലെ ഇന്ത്യ ഒരു എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല എങ്കിൽ കൂടെ നമുക്ക് ശക്തമായിട്ടുള്ളൊരു ഡൊമസ്റ്റിക് മാർക്കറ്റ് കൂടെ ഉണ്ടെങ്കിൽ കൂടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുള്ള പ്രത്യേകിച്ച് ഈ പറയുന്ന ബ്ലൂ ഇക്കോണമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അടക്കം തീരദേശത്തെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കയറ്റുമതികളിലെല്ലാം വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു നടപടിയുമായിട്ടാണ് അമേരിക്ക രംഗത്ത് വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു പോയിട്ടുണ്ട്. ഒരിക്കലും നീതീകരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതെന്നും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവയേക്കാളും ഏകദേശം 31% അധികമായിട്ടുള്ള തീരുവ ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ചൈനയുമായി അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവയേക്കാളും ഏകദേശം 20% അധികം തീരുവ ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അമേരിക്ക തീരുവ ഏർപ്പെടുത്തുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അതാണ് അതിൽ ഈ ആദ്യഘട്ട തീരുവ പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകം വീണ്ടും അടുത്ത ഘട്ട തീരുവ പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായും അതിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടേതൊരു ഡൊമസ്റ്റിക് മാർക്കറ്റാണ്. ആ നിലയിലുള്ള നീക്കങ്ങളാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇത് എങ്ങനെയാണ് ബാധിക്കുക എന്നൊരു പ്രധാന കാര്യമുണ്ടല്ലേ? അതെ വർഷ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഈ ബ്ലൂ ഇക്കോണമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ വാർത്ത കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ 25% തീരുവ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇന്ത്യയുടെ ഈ പറയുന്ന ഫിഷ് മാർക്കറ്റുകളാണെങ്കിലും മറ്റു ഇതര പ്രൊഡക്റ്റുകളാണെങ്കിലും അവയുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് എല്ലാം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒട്ടനവധി പ്രൊഡക്റ്റുകൾ ഇത് ബാധിക്കുമെന്നുള്ള നിലയ്ക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ തീരുവ പ്രാബല്യത്തിൽ വരുന്നത് ഈ പറയുന്ന ഈ ട്രാവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി വെച്ചിട്ടുള്ള പ്രഹരമാണ് അമേരിക്ക നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇത് വ്യാവസായിക മേഖലയെ ബാധിക്കും. വസ്ത്രവ്യാപാരം അടക്കമുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ ആ നിലയിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രഹരം, അതിന്റെ തോത് അതെത്രയാണ് എന്നുള്ളത് നിർണായകമാണല്ലേ? തീർച്ചയായിട്ടും വർഷം ഇതിൻ്റെ പ്രഹരം തോത് എന്തുമാത്രം ഇന്ത്യയെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് നിലവിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടെയും വിദഗ്ധരെല്ലാം വ്യക്തമാക്കുന്നത് ഇന്ത്യ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ കടുത്ത നടപടിയെ അതിജീവിക്കാനുള്ള ശേഷി ഇന്ത്യയുടെ മാർക്കറ്റിനകത്തുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രംപ് മോദി കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് എല്ലാ കാലഘട്ടത്തിലും ബി ജെ പി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സൗഹൃദം അമേരിക്കയുമായിട്ട് സൃഷ്ടിക്കുന്നതിൽ മോദി വലിയ വിജയമായി തീർന്നു എന്നുള്ള നിലക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിലാണ് നിലവിൽ ഈ പറയുന്ന പെഹൽഗാമിന് ശേഷം തുടരെയായിട്ട് ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള നടപടികളുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇമേജിനെ വലിയ രീതിയിൽ കോട്ടം തട്ടുന്ന രീതിയിലുള്ള നടപടികളുമായിട്ട് അമേരിക്ക രംഗത്ത് വരികയും നിലവിൽ ഇന്ത്യയെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയെ എതിർചേരിയിൽ നിർത്തുന്ന തരത്തിലുള്ള നടപടി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ്, ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് നിലവിൽ ട്രംപ് സൈൻ ചെയ്തിട്ടുള്ളത്. ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, അതുകൊണ്ട് തന്നെയാണ്
വിദേശ മന്ത്രാലയം ഏറ്റവും വേഗത്തിൽ തന്നെ ഇതിനൊരു മറുപടിയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളതും കഴിഞ്ഞ കുറച്ച് അധികം ദിവസങ്ങളായിട്ട് ഈ പറയുന്ന ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഇന്ത്യയുടെ മേൽ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലൊന്നും ഇത്തരത്തിൽ കർക്കശമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ ഇന്ത്യ വലിയ രീതിയിലുള്ള പാളിച്ചകൾ ഇന്ത്യക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങൾ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഈ പറയുന്ന വർധനവിനെതിരെ അടിയന്തരമായിട്ട് തന്നെ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. വർഷം തീർച്ചയായും അമേരിക്കയുടെ നടപടി നീതീകരിക്കാനാകാത്തതെന്നാണ് ഇതിനോടകം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വരുന്നത്. ആദ്യ തീരുവ പ്രഖ്യാപിക്കുന്നു, അതിനു മുമ്പ് അടുത്ത് തന്നെ അടുത്ത 25% അധിക തീരുവ പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായും ഇന്ത്യക്ക് ഏൽക്കുന്ന ഒരു കനത്ത പ്രഹരമുണ്ട്. ഇന്ത്യയുടെ അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിക്ക് സാമ്പത്തിക സ്ഥിതിയൊക്കെ ഏത് തോതിൽ ബാധിക്കും എന്നുള്ളതാണ് ഇനി ഏറ്റവും നിർണായകം. അതിലാണ് വിവരങ്ങൾ നൽകിയത്.